എത്തി വേല് കെട്ടുന്നു. പെട്ടെന്ന് നമ്മൾ ഫുള്ള് സ്പ്രിംഗ് ക്ലീനിങ് ആണ് ഇന്ന് എടുക്കുന്നുണ്ട്. ഒരാൾ ടി വിയുടെ വന്നു, ഇവിടെ വന്നപ്പോൾ മനസ്സിലായി എന്തപ്പോ ഈ ലോകം. അത് വലിച്ച് കുറച്ച് നിന്നിട്ട് കേട്ടാ, ആവശ്യത്തിന് വലിച്ചു കയറ്റിക്കോളെ. ഗുഡ് ഗേൾ പ്രിങ്ങ അവരെ കൊണ്ടുപോയിക്കാം, അല്ലെങ്കിൽ എന്റെ കിച്ചൻ വീണ്ടും ഇവിടെ അലമ്പാക്കും. നീ ഊത്, നീട്ടി വലിച്ചു ഊത്. കുറച്ച് ഫുഡ് കൊടുക്കറേ, എന്റെ അപ്പാപ്പനല്ലേ. എത്തി വേല് കെട്ടുന്നു. എന്തോ ഒരു ബഹള. ഇപ്പൊ എന്താ വായ അടച്ചേ? ക്യാമറ ഓണാക്കിയപ്പോ വായ അടച്ചു. ഇവിടെ നോക്കിയപ്പോ ശ്രദ്ധ പോയി. അല്ല മോനെ ഏറുമാ, നീ എനിക്ക് ഡമ്മി തന്നിട്ട് പോയതാണല്ലോ. ഡമ്മി ഞാൻ അവിടെ വെച്ച്, ഈ ഡമ്മി അവിടെ നിന്ന് കിട്ടിയേ ഇടാട്. അവളുടെ മേടി പോയിട്ട് തൊലിഞ്ഞിട്ട് താത്ത തന്നെ ഉപ്പ. ആ താത്ത എന്താ മിണ്ടത്ത രാജേഷ് വൈദ്യ? അതിൻ്റെ മറ്റേ നാദസ്വരത്തിൻ്റെ മുകളിൽ മറ്റേ കൈൻ്റെ വിരലത്തിൻ്റെ തുമ്പത്തൊരു സാധനം കിട്ടും, എന്നിട്ട് അടിക്കുക നാദസ്വരം. അതേപോലെ കൈൻ്റെ മുകളിൽ വളയിട്ട് അടിക്കണേ. കൂച്ചറങ്ങി ഞാൻ കണ്ണ പുട്ടടി പൊടി വെച്ചു. ജയറാമിൻ്റെ ആന തന്നെ ഉണ്ട് ഞങ്ങൾ. ഇതുണ്ട് ഞങ്ങളുടെ ജയറാമിൻ്റെ ആന. അയ്യോ നീ വാന്തി ജീവുള്ള ജീവിയാ ഈ കിടക്കണ താഴെ. എന്നെ തന്ത എന്താ മൂക്കിട്ടെ എന്താ മാറ്റിയേ? വേനുണ്ടാ വേനുണ്ടാ? ആ വേനെടുക്കട്ടെ കേട്ടാ കുറച്ച്. അല്ല എന്തൊരു ഉപദ്രവന്നറിയോ കിട്ടാ. നീ എന്താന്ന് ചേട്ടാ കിടക്കണേ? ബുക്ക് വായിക്കാണോ? ആ കേട്ടു. ആ അമ്മയ്ക്ക് പോയിട്ട് കൊടുക്ക് രണ്ടെണ്ണോ. തുപ്പല്ലേ തുപ്പല്ലേ തുപ്പരുത് തുപ്പല്ലേ. തുപ്പല്ലേ പോയേ. അമ്മേനെ പോയിട്ട് ശല്യപ്പെടുത്ത്, അമ്മേനെ പോയി ശല്യപ്പെടുത്ത്. പിങ്കുന്നി മമ്മ ആ അമ്മേനെ ശല്യപ്പെടുത്ത്. കിടന്നിട്ട് ഫോൺ വെക്കുക, വയ്യ ഇരിക്കാൻ വയ്യ. അപ്പൊ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞെടുക്കുക കൊള്ളേ. ഓ കാര്യമായിട്ട് നോക്കുന്നുണ്ട്, ഇടയ്ക്ക് ഞെക്കുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ലേ. ഓ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അടുത്ത് പിന്നെ കണ്ടു കിടന്ന്. അത് രണ്ടുപേർക്കും കിടന്നത്, എല്ലാവരും കിടന്നിട്ടാണല്ലോ ഫോൺ നോക്കണേ. അതപ്പോ ഇരിക്കാനും കൂടി വയ്യ 1 വയസ്സായ കുട്ടികൾക്ക്. ഓ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. 1 2 3 3 4 7 7 2 9. ഓക്കെ അല്ലേ വൈദ്യ? ഏയ് ഡാന്നാ അച്ഛനെ കയറി ഡാന്നാ വിളിക്കണേ. Good morning everyone. Same routine, same ritual. What is this? Eating eggs. കഴിയാറായാ? Almost good. Beautifully. വേണ്ട കൊടുക്കണ്ട, നിർബന്ധിച്ച് കൊടുക്കണ്ട. അത് അവിടെ ഒരു പാല് കുപ്പി ഇരുന്നിരുന്നത് കണ്ടു, അതാണ്. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്, ഹൗ ആർ യു? ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ കാര്യപരിപാടികൾ ഒന്ന് രാവിലത്തെ പറയട്ടെ. ഇന്ന് നമ്മൾ ഫുള്ള് സ്പ്രിംഗ് ക്ലീനിങ് ആണ്. ഇന്ന് ഒരുപാട്, എനിക്ക് 1 മാസം ഓൾമോസ്റ്റ് 6 ആഴ്ച ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നിറച്ച് മറാല് കെട്ടിക്കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശരിയാക്കണം. ലോൺ മൂവ് ചെയ്യണം. ബ്യൂട്ടിഫുൾ വെതർ ഔട്ട് സൈഡ്, ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ വെതർ ഔട്ട് സൈഡ്. എന്തെങ്കിലും ഗ്രില്ല് ചെയ്യണം, എന്തെങ്കിലും ഉള്ള പണി മതി. അപ്പം ഇന്ന് മൊത്തം ക്ലീനിങ് ഡേ ആണ്, പുട്ടീനാട്ടുന്ന ദിവസമാണ് ഇന്ന്. സോ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. പ്രിങ്ങുവിൻ്റെ ക്ലീനിങ് ഇന്നലെ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അത് തന്നെ ഞങ്ങൾ അവള് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇല്ല നിന്റെ കഴിഞ്ഞത് നീ ഉറപ്പ് വരുത്തിയ ടാട നോക്കിയിട്ട് വേറെ ഇല്ല വെച്ചെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ടാട കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് നിനക്ക് വരും. ലൈഫ് ഈസ് ഹാർഡ് ഹണി, ഓൾവേസ് ലൈക്ക് ദാറ്റ്. നമ്മൾ ഇൻഡസ്ട്രിയില്, അതായത് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ കയറുമ്പോൾ ഏറ്റവും ആദ്യം പഠിച്ച ഒരു കാര്യമാണ് ഇന്ന് പിങ്ങുവിൻ്റെ മോർണിംഗ് ലെസൺ. എന്താ വെച്ചാൽ പിങ്ങു കിച്ചണിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞിട്ട്
നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ നിൽക്കും. അതായത് നമ്മളോട് എന്തെങ്കിലും ഒരു പണി പറഞ്ഞാൽ ആ പണി ചെയ്യും. അപ്പോൾ സീനിയർ ഷെഫ്സ് നമ്മളോടൊരു കാര്യം പറയും, ദർ ഈസ് ഓൾവേസ് സംതിങ് ടു ഡു at a workplace. No matter whether it is a kitchen or wherever it is, there will be something to do. ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ കൂടി ദർ ഈസ് ഓൾവേസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വലുതായ കാരണം തന്നെ നമുക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. പക്ഷേ കിഡ്സിന് അത് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പ്രിങ്ങുവിനോട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ കിച്ചണിലേക്ക് whenever you come you see things that has to be done. So observe that, do. അപ്പോൾ പ്രിങ്ങുവിന് ഡിഷസ് എടുത്തു വെക്കേണ്ടതാണ്. പക്ഷെ അത് പ്രിങ്ങു കാണുന്നില്ല. അപ്പോൾ പ്രിങ്ങുവിനെ നമ്മൾ എന്ത് ചെയ്യും? എൻകറേജ് ചെയ്യും. അല്ലേ പ്രിങ്ങു? So I'm cooking egg for you. So meantime you clean it. So kids out there is always something to do rather than we play, in a phone or watching TV. Start helping your parents. Actually, you're not helping parents. Actually, you're learning life skills. So that's the take for the day. And I cooked egg for you. So we eat egg. Today we clean. So Pringu got something to do. Right, Pringu? Yes, ma'am? നീ മറ്റേത് കുക്ക് ചെയ്യണ്ട ബ്രെഡ് അല്ലേ? അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിങ്ങനെ നിന്നോടല്ല ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു. അതായത് നമ്മളിങ്ങനെ നിൽക്കണേക്കാളും ഓൾ ദീസ് ഡിഷസ്, ഈ സാധനം, so this clean, put it back, the kitchen clean, gone. So we're doing plenty to do. That's okay. That's okay. We always often get like, oh, kids ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കിഡ്സിന് പഠിക്കാൻ. നോ, ഇതാണ് പഠിക്കാനുള്ളത്. വേറെ എന്തൊരു പഠിക്കാനുള്ളേ? ജീവിതമാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് വേറെ എവിടെയെങ്കിലും സമയത്ത് വെച്ചിട്ട് അക്വയർ ചെയ്യാൻ പറ്റും. ലൈഫ് you need to learn. My favorite egg, scrambled egg with the chili flakes. Amma, thank you. You gonna eat now or what? Okay, thank you. You fellas done? Oh, അച്ഛമ്മന് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉള്ളത് കൊടുത്തേ. ചൂടായിരുവാ. നോക്ക് എനിക്കില്ലേ? താങ്ക് യു. ഒറ്റ അടിക്കൽ വന്നിട്ടല്ലേ എനിക്ക് ഞാൻ ഇറങ്ങാനോക്ക്. എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാട്ടിത്തരാം. ഈ കബോർഡ് ഇതിന്റെ കാണിച്ചു കൊടുക്കല്ലേ? എന്നാ മോനെ ഗോൾഡ് പറഞ്ഞത് കാണിച്ചു കൊടുക്കലെന്ന്. മോൻ തന്നെയാണ് അങ്ങനെ ആക്കിയെന്ന് കൂടെ പറ. ഞാൻ അല്ല ആക്കിയെന്ന് ഞാൻ പറഞ്ഞ. ഇത് ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കാത്തൊരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ എന്തെങ്കിലും വന്നെന്ന് അറിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഈ റൂം ആദ്യം ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇറ്റ്സ് എ ബിഗ് മെസ് ഹിയർ. യൂഷ്വലി ഇതിങ്ങനെ ഉണ്ടാവാറില്ല. ദിസ് ഈസ് അവർ ജോബ്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഒരു 3 to 6 months ഒരു 2-3 തവണ ക്ലീൻ ചെയ്യുന്ന ഒരു ഏരിയയാണ്. സോ ഫസ്റ്റ് മിഷൻ ഹിയർ. ഇത് നോക്കിട്ടാ, ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ക്ലീൻ ചെയ്യാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇതൊക്കെ ആരാ തുറന്നു വെച്ചതെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് ആരാ ഇപ്പൊ തുറന്നു വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ ഇത് തനിയെ ഓക്കെ നവീന തുറന്നു വെച്ച അപ്പൊ പെട്ടി ഇങ്ങനെ തനിയെ കറക്റ്റ് ആയിട്ട് വരും. ഇത് ജീനിയാണല്ലോ. ഇത് അത്യാവശ്യം കാലം ഞാൻ നന്നായിട്ട് നോക്കിയപ്പോ ഇതെല്ലാം വൃത്തിയായിട്ട് ഇരുന്നത്. ഇത് നിങ്ങൾ ഇതിനകത്തുനിന്ന് ഇതുമാതിരി സാധനങ്ങൾ എടുക്കണു. സാധനങ്ങൾ എടുത്തിട്ട് അങ്ങനെ നീ എടുക്കണില്ല ഇവിടുന്ന്. ഞാൻ എടുക്കുമ്പോ കൊണ്ടുവന്നിട്ട് എറിയാറില്ല. എറിയുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ മെസ്സ്. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ചോദ്യം ഇപ്പൊ നമ്മള് ക്ലീൻ ചെയ്യല്ലേ, അപ്പൊ 2 ചോദ്യം കുറവ് ചോദിക്കുക. പരീക്ഷയുടെ ഉത്തരം ഒന്നല്ലല്ലോ ഇപ്പോഴത് എഴുതണത്. എടുക്കുന്നുണ്ട് പണ്ടാരത്തിന്റെ മേലേക്ക് ശ്രദ്ധിക്കട്ടെ ഗൈസ്. പെണ്ണുങ്ങളായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് വെരി കെയർഫുൾ. ദീസ് ഗേൾസ് ക്യാൻ ഗോ ബിയോണ്ട് ദ ലിമിറ്റ്സ്, യുനോ. മൈ ഗോഷ്, ഒരാൾ ടിവിയുടെ വന്നു. ഇവിടെ വന്നപ്പോഴും മനസ്സിലായി എന്തപ്പോ ഈ ലോകം അല്ലേ എസ്മിട്ട. ഇങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലോ എന്ന് അല്ലേ അച്ഛമ്മ? ക്ലെക്സൈനൊക്കെ ഇതിനകത്തിരിപ്പുണ്ട് കളയാനാ. ക്ലെക്സൈനും നിർത്തി തിന്നണ്ട കേട്ടാ. ക്ലെക്സു ഓക്കെ, പാറ്റയൊക്കെ വരും ചിലപ്പോ. ഇത് ഫാർമസിയിലൊക്കെ കൊണ്ടുപോയിട്ട് കളയണം. പക്ഷെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് ഇസ് ടൈഡി, ക്ലീൻ, ഓൾ ഡൺ. സോ ആക്ച്വലി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ സാധനങ്ങൾ. കുറേ കഴിഞ്ഞ ഒരു 2-3 മാസത്തെ എക്സ്ട്രാ അലമ്പ് സാധനം ഉണ്ടായത്. ഒരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെയാവും. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ഒന്നും ഇരിക്കില്ല. എസ്പെഷ്യലി ഞാൻ കൊടുത്താലും കാലം ഒരു സാധനം ഇങ്ങനെ ഇരിക്കില്ല കേട്ടാ. അതാണ് നമ്മുടെ പ്രത്യേകത. വി മേക്ക് എ മെസ്. ഐ എം എ മെസ്സി മാൻ, ബട്ട് ഐ എം നോട്ട് എ മെസ്സി ഫാൻ. ഞാനിങ്ങനെ എപ്പോഴും ഒരു സാധനം എടുത്ത് കഴിഞ്ഞാൽ തിരിച്ചതുപോലെ തന്നെ അവിടെ വെച്ച് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. Too late now to learn. That one is too late. അവിടുന്ന് കുറെ ബോക്സ് എല്ലാം ക്ലീൻ ചെയ്തില്ലേ?
കിടക്കണം ആ ബോക്സ് അതെല്ലാം മുറിച്ച് അതെല്ലാം ആ ബിന്നിലേക്ക് എടുത്തിട്. അത് ഞാൻ തന്നെ ചെയ്യണ, നീ കണക്കിനപ്പോ അത് ആ ബോക്സ് ഇടാച്ചതിന്റെ കാരണം എന്താണെന്നറിയോ? ഇങ്ങനെ തന്നെ അതിനകത്ത് സാധനങ്ങൾ നിറഞ്ഞോ. അതിൻ്റെ ഉള്ളിൽ വേറെ കുറെ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഈ ബോക്സ് ഇട്ട കൊള്ളില്ല. ബോക്സ് നീ കട്ട് ചെയ്തിട്ടിടണം. കട്ട് ചെയ്തിട്ട് അടാ ശരി ടീച്ചർ. അയ്യോ, 2 കുട്ടികളുണ്ടായത് നന്നായി. നിനക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാ. നാളെ ഞാനേ മോൻ കാണാതെ നാളെ കഴിഞ്ഞ് ആ റൂമിന്റെ വീഡിയോ എടുത്ത് കാണിക്കാട്ടാ. ഇപ്പൊ അത് ഇരിക്കുന്നതും മോൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിരിക്കുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ ആക്ച്വലി ഗോൾഡ് ക്ലീൻ ചെയ്ത് ഞാൻ ഐ വാസ് ജസ്റ്റ് ഹെൽപ്പിങ്. ഞാൻ നമ്മുടെ ചോപ്പിംഗ് ബോർഡൊക്കെ ഒന്ന് സാൻഡ് ചെയ്തിട്ടേ കുറച്ച് ദിവസമായി. ഇതിൻ്റെ ഈ ഭാഗം നന്നായിട്ടൊന്ന് അരച്ചു. പക്ഷെ രസം എന്താ വെച്ചാൽ കുറേ കാലമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കണ കാരണമാണെന്ന് തോന്നുന്നു ഇതൊന്നും ഇങ്ങനെ വളഞ്ഞു ഈ ചോപ്പിംഗ് ബോർഡ്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് ഈ സൈഡ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലപ്പോൾ ഈ ഭാഗം അങ്ങോട്ട് നേരെയാവുമായിരിക്കും. ഞാനിതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പരിപാടിയാണ്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ആ ഓയിൽ ഇടണ കാരണം ആ ഓയിലൊക്കെ ഇതിൻ്റെ മുകളിൽ ഈ പേപ്പറിൻ്റെ മുകളിൽ ഒട്ടി പിടിക്കും. പിന്നെ ഇത് പൂല്യത്. ഇപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഇതിനെ സാൻഡ് ചെയ്തു. ഒരു ചെറിയൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഉണങ്ങണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇതിനെ ഒന്ന് പോളിഷ് ചെയ്യാൻ. മെയിൻ ടൈം നമുക്ക് അകം പോയിട്ടൊന്ന് വാക്വം ചെയ്തിട്ട് വരാം. ഫുള്ള് ക്ലീനിങ് മോഡാണ്. ഓക്കെ, there we go. വല്ലപ്പോഴും ഇങ്ങനെ ശാന്തതയിൽ ഇരിക്കാൻ പറ്റില്ല കേട്ടോ കൊള്ളേ. ആവശ്യങ്ങൾ മുകളിൽ കിടന്ന് ഉറങ്ങുക. അത് കാരണം ഇപ്പോൾ ഇവിടുത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. വരയ്ക്കണതൊക്കെ മിക്കവാറും ഉറക്കത്തിൻ്റെ ഇടയിൽ ഐ പുറത്ത് ഡോർ തുറന്നിട്ടുണ്ടല്ലോ. എന്താ അവരിങ്ങനെ നടക്കുക? പിന്നെ അവരെങ്ങനെ നടക്കണേ? അവരിങ്ങനെ നടക്കണേ നീ നടക്കണ പോലെ. ആ എച്ചമ്മ ഏറമ്മ ഇങ്ങനെ നടക്കണേ. എച്ചമ്മ എച്ചമ്മൻ്റെ കളി. എച്ചമ്മ ഇപ്പം ഞാൻ ഇത് ഈ സാധനം അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ അതിങ്ങനെ വരയ്ക്കായിരുന്നു കേട്ടോ. നേരത്തെ കഴുകിയിട്ട് അവിടെ വെച്ചപ്പോൾ ഇവിടെ ഇരുന്ന ആളെ ഓടി വന്നിട്ട് നൻ്റെ പോലെ ഇല്ല നല്ലോണം പണിയെടുക്കണ കുട്ടിയെ നീയേ കണ്ണൊക്കെ ചിപ്സ് പ്ലീസ് then I do. നോ സ്റ്റോപ്പ്. ഓക്കെ, ഒന്നും ചെയ്യൂല. നോ സ്റ്റോപ്പ്. ഞാൻ എന്നിട്ട് പാട്ട് പാടിപ്പോ നോ ഗോ സ്റ്റോപ്പ്. കാരണം കുട്ടിയോട് നമ്മൾ എപ്പോഴും അതല്ലേ പറയണേ. അതോ കുട്ടിയത് പഠിക്കണേ. കുട്ടി എങ്ങനെയും പോകുമ്പോൾ നോ. അപ്പോൾ നോ നെറ്റ് പോയി. കുട്ടി നോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല. ഇപ്പൊ കുട്ടിയുടെ വിചാരം ഇപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ തന്നെ പിറങ്ങും. അപ്പൊ അവ എങ്ങനെ പോവാ? നോ ഇത് നോ ചെയ്യാൻ പാടില്ലല്ലേ, തുറക്കാൻ പാടില്ലല്ലേ. ഓക്കെ ഓക്കെ നോ. ആ ഉണ്ണിമാവേനെ മാറ്റി ഇത്രയും മടിന്ന്. ആ ചിരട്ടി എല്ലൂത്തിട്ടേ. പക്ഷെ 33 കിലോ ഉണ്ട്. 33 in that fitness 33 kg is good. It's full of muscles. You know what? ഡാഡ അമ്മേനെ പരിചയപ്പെടുന്ന സമയത്ത് ഡാഡയ്ക്ക് ആ കൂടി 48 കിലോയേ ഉള്ളൂ. വെരി നോ. നിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഞാൻ 48 kgs ആണ്. 51 kg ആയിരുന്നു ഞാൻ ഇവിടെ പോകുമ്പോൾ, കപ്പലിലേക്ക് പോകുമ്പോൾ. കപ്പലിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നത് 67 കിലോയിലും. Now I am 71.5 now. ചോപ്പിംഗ് ബോർഡ് ഉണങ്ങി വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഫുഡ് ഗ്രേഡ് പോളിഷ് അല്ലെങ്കിൽ ഓയിലാണത്. ട്രീ ടങ് ഓയിൽ എന്നാണ് പറയുക. TUNG. ഇതെനിക്കാണ് ആമസോണിലൊക്കെ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. അപ്ലൈ സം, then use circular motion, rub. ഇതേ ഇപ്പം നമ്മൾ ഒരു തവണ പോളിഷ് അടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെയിലത്ത് വയ്ക്കരുത്. ഇതൊന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്പർ 2 പോളിഷ് അടിക്കണം. എച്ചമ്മ എറുമയൊക്കെ ഇവിടെ ഇരുന്ന് കളിച്ചോ?
കരയാണെന്ന് നിൽക്കണ്ട, ഇവിടെ ഇരുന്നാൽ മതി. അങ്ങോട്ട് വരണം, നിങ്ങളുടെ ഹെൽപ്പ് അവിടെ ആവശ്യമില്ല. ആ അവിടെ ഇരുന്നാൽ മതി. നീ അച്ഛമ്മേൻ്റെ കൂട്ടത്തിൽ കൂടി ഇരുന്നോ. അച്ഛൻ്റെ പോലെ ലോഹയൊക്കെ ഇട്ടിരിക്കുന്നത്. അത് വലിച്ചു കുറച്ച് നേരം നിന്നിട്ട് കേട്ടാ. ആവശ്യത്തിന് വലിച്ചു കയറ്റിക്കോളെ, ഒരു കുഴപ്പമില്ല. അച്ഛമ്മ വലിച്ചു കയറ്റിക്കോ, എന്നിട്ട് അവിടെ ഇരുന്നോ. ക്യാറ്റ് എവിടെ? ക്യാറ്റ് ക്യാറ്റ് ക്യാറ്റ്. ക്ലോക്ക് എവിടെ? ക്ലോക്ക് ക്ലോക്ക് വെരി ക്ലോക്ക്. ഓക്കെ ഇതേട്ടാ ക്ലോക്ക് കേട്ടാ. ക്ലോക്ക് അവിടെ ഉണ്ട് കേട്ടാ. വീട്ടിൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ റിലാക്സ് ഗ്രാഫിറ്റി മണ്ടല്ലേ? മണ്ടല് എൻ്റെ മണ്ടയിലേക്ക് പറഞ്ഞ ഞാൻ ഇപ്പം തരും. നീ മര്യാദയ്ക്ക് കൂടെ പണിയെടുത്തോ? അതെ, ഞാൻ പണിയെടുക്കണ കാര്യം പറഞ്ഞപ്പോൾ മോനെ തെറി വിളിച്ച്. ഇനി മോൻ തന്നെ ചെയ്യേ. വാട്ട് യു മീൻ? നീ പണിയെടുക്കണ കാര്യം? നീ ഞാൻ ഒരു പണിയെടുക്കണതിൻ്റെ ഇടയിൽ എനിക്കുള്ള ഇൻസ്ട്രക്ഷൻസ് തരണ്ടെന്നാ പറഞ്ഞിട്ടുള്ളോ? 10-42 വയസ്സായിട്ടാ. എനിക്ക് അത്യാവശ്യം ഇൻസ്ട്രക്ഷൻസ് അറിയാം. ഐ എം നോട്ട് ടേക്കിംഗ് എനി ഇൻസ്ട്രക്ഷൻസ് ഫ്രം പബ്ലിക്. ഓക്കെ വേണ്ട. എന്തിനാ വഴക്ക് കൂടണ കാര്യം പറഞ്ഞു? കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വാക്യൂം ചെയ്യാൻ പോവാണ്. എന്റെ മേത്ത് മൈക്കൊന്നുമില്ല. അതാണോ വാക്യൂം ചെയ്യാത്ത? വാക്യൂം ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ പോയിട്ട് അങ്ങ് വാക്യൂം ചെയ്യും. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇവിടെ ഇന്നലെ പിള്ളേരിൽ എടുക്കുന്നതിന്റെ ബാക്കി. എന്ന് നീ അനുമാനിച്ചതല്ലേ? നിന്റെ അനുമാനല്ലേ? ഞാൻ അങ്ങനെ ഇന്നേ വരെ വാക്യൂം ചെയ്തിട്ടുണ്ടോ? പറഞ്ഞപ്പോഴേക്കും ഞാൻ അത് ചെയ്തിട്ട് ചെയ്യും. പിന്നെ നീയാണ് ഇവിടെ ഒന്ന് പോടെ നടന്ന് എന്റെ ഓരോരോ ചെയ്ത് തുടച്ചു കഴിയുമ്പോ ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണി എന്തോരുണ്ടെന്ന് ഞാൻ കാണിച്ചു. ഓക്കെ. നീയും എന്തെങ്കിലും ചെയ്യും, ബാക്കിയുള്ള പണി ഞാൻ കാണിച്ചു തരാം. ഓക്കെ. നമ്മുടെ സെയിം ഈസി ലഞ്ച് മീൻസ് എന്ത് നെയ്യാ നോക്കി ഇന്നത്തെ മീൻസിൽ. കുറച്ച് ഗാർലിക് പൊടി, ഉള്ളിപ്പൊടി, ആൻഡ് സം ചിക്കൻ മസാല. ഇനി കുറച്ച് ഉപ്പ്. ആക്ച്വലി ഇതിൽ നിന്നൊരു പോർഷൻ എടുത്തിട്ട് ഞാൻ പ്രിങ്ങുവിന് മാറ്റി വയ്ക്കുക കേട്ടോ. അവൾക്ക് നാളത്തേക്കുള്ള ലഞ്ചും പിന്നെ ഇന്നത്തെ ലഞ്ചും. ഗോൾഡാസ് ഫേവറേറ്റ് ടൊമാറ്റോ കോൺകോസ്. little bit of a cheese. And Pinguന്റെ ലഞ്ച് സെയിം quesadilla. ഓക്കെ. കുട്ടികൾക്കും തരാണ്ടാടാ, മുട്ടമാമു തരാം. വെയിറ്റ് ചെയ്യേ. എല്ലാവർക്കും ഇപ്പോൾ അത് ഹൃദയായി. വന്നു നിന്നു, മൈക്രോവേവിൻ്റെ അവിടെ വന്നു നിന്നു. എന്താണ് മാമുവാ? മാമു 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 തരാ. എന്നിട്ട് വായല് വായലെന്തിട്ടാ? വായലെന്തിട്ടാ? വായല് എന്നിട്ട് ഇതേ അവിടെ നിന്ന് കിട്ടിയപ്പോ ബീഫിന്റെ പീസ് തെറിച്ചതാ അവിടെന്നാ. ഇതൊക്കെ എവിടെന്നാണ് തപ്പിയെടുക്കണത്? അടുത്ത ആളെത്തി. എന്താ കാണണേ? ചെറിയ ഇരിക്കുകയായിരുന്നു ഞാൻ. അതെടുത്തോ? രണ്ടും കൂടി തിരികെ വായല്. സ്നേഹമുള്ള കുട്ടിയണ്ടേ. എന്താ നീ ഇതിവിടെ നിലത്തിട്ടിട്ടുള്ളടേ? എൻ്റെ അമ്മാമ്മയും എൻ്റെ അമ്മാമ്മയുടെ ഒരു അനിയത്തിൻ്റെ ആയിരുന്നു. പൊങ്ങണത്തെ അമ്മമ്മ, പൂങ്കുന്നത്തുള്ള അമ്മമ്മ എന്ന് പറയും. ഇതേപോലെ സ്നേഹ 2 മിനിറ്റ് കഴിയുമ്പോൾ അപ്പടി കൂടും രണ്ടുപേരും. പൗഡർ ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെയാണ് രണ്ടുപേരും ഉണ്ട്. കാണാനേ ഏതാണ്ട് ഒരേപോലെ അവരെന്നെ. ചേച്ചി അനിയത്തിയായിരുന്നു. ഗുഡ് ഗേൾ പ്രിങ്ങ. അവരെ കൊണ്ടുപോയിക്കോ, ഇല്ലെങ്കിൽ എൻ്റെ കിച്ചൻ വീണ്ടും ഇവിടെ അലമ്പാക്കും. പൊക്കോട്ടാ, രണ്ടുപേരും പൊക്കോളെ. എന്താ കുട്ടി കള്ളു പിടിച്ചിട്ടുണ്ടേ? ചെറിയ അവിടെ കൊണ്ടുവച്ച ഞാൻ കൊണ്ടുവരാം. പിങ്ങുൻ്റെ ലഞ്ച്. ഇതിനെന്തൊരു കുഴപ്പമെന്ന് പിങ്ങ? കസതിക്ക് ഒരു കുഴപ്പമില്ലേ? ഇവിടെ ബണ്ണില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? കുട്ടിയുടെ ലഞ്ച്. ഇനി നമ്മുടെ ലഞ്ച്. So how is your meal now? See, I told you this is good. Burger bun ഉണ്ടായിരുന്നില്ല. പക്ഷെ once finished, then I checked, there was one bun.
That's all right. Still, it's a good one there. If you don't like it, I eat that one and you eat this one. Okay, then that's all right. Thank you. Thank you for looking after the kids in this morning. I know it's a bit of a hard work, but thank you very much. Okay, bye. Bye, Mamu. Okay. ആ കുട്ടിയെന്ന് ഡമ്മി മേടിച്ച് വെച്ചു. എയർമ നീ ഈ ആഴ്ച കുറുമ്പി ഏട്ടാ, ഈ ആഴ്ച നീയാണ് കുറുമ്പി ഉള്ള കാര്യം പറഞ്ഞേക്കാം. No, I want you to turn it off. I don't want them to watch TV while eating. Plenty fun already. Come on. Uniyappa uniyamma naadava. Mamu time. Oh. നേരത്തെ അവിടെ തലയിടിച്ച് വീണല്ല. ഇന്ന് മുട്ടയും ചോറാണ് കേട്ടോ. നമ്മുടെ കുത്തിരി ചോറ ഇന്ന്. ചൂടുണ്ട്. ഊരിയപ്പ ഊരിയപ്പ പൂ ഊരിയപ്പ ഊടിയമ്മ ഹേ ഹാവ. ആ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. നൈസ് നൈസ് മുട്ട മാമു ആണോ ആണോ? ഉയ്യോ ഡാഡറെ ചെരുപ്പ് കണ്ടപ്പോൾ അതിൻ്റെ മുകളിൽ കളിക്കാൻ നിൽക്കും. അതാണ് ഏറ്റവും വലിയ കളിപ്പാട്ട ഡാഡറെ ചെരുപ്പ്. ഞാൻ ഗോൺ. നീ ഒരു എടുക്കാൻ പോകണ്ട കേട്ടാ. അമ്മ പോകുന്ന നിന്നെ അത്തേക്ക് വിളിക്കും. ഊരിയപ്പ പൂ ഊരിയപ്പ പീ ഊരിയപ്പ ഊടിയമ്മ സേതാവ ഊണിയപ്പ ഊണിയമ്മ സേതാവ. തുപ്പല്ലേ ഇതെന്താ? What else you go and get? ഏറ്റവും ഇഷ്ടമുള്ള മീലാണ് ചോറും മുട്ടയും. നമ്മുടെ കുത്തിരി ചോറും മുട്ടയും. ഇനി അവിടെ ഇരുന്നു അവിടെ രണ്ടാൾക്കാരും സമാധാനമായിട്ടിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ തീറ്റാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് ഒച്ചു വരണ പോലെ ഇവിടേക്ക് എത്തി. ഇനി തന്തയ്ക്ക് നാളേക്ക് തിന്നണം. എന്ത്? നനക്ക് എൻ്റെ ആദ്യം കിട്ടുക. നീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മേട്ട. എൻ്റെ വെള്ള ഏറാ നിന്റെ വെള്ളം അവിടെ കൊടുക്കണ്ട. എസ്മേ കൊടുക്കണ്ട. അവൾക്ക് അങ്ങനെ തിന്നാൻ കൊടുക്ക് പാടില്ലല്ലോ. കൊടുക്കണ്ടാ. അത് കൊടുക്കില്ല ചേട്ടാ. നീ നോക്കി കൊടുത്തോക്കിയേ. ഏറാ ലുക്ക് ദിസ് വൺ. അത് അവിടെ ഇട്ടിട്ട് പോകുന്നത് ഇപ്പോൾ അതിനെ തല്ലുണ്ടാക്കാനായിട്ട്. ഓ കണ്ണപ്പുറത്തേക്ക് ആട്ടാ അപ്പളേക്കും കിട്ടിൻ്റെ ഒന്ന്. നീ ഊത് നീട്ടി വലിച്ചു ഊത്. അതങ്ങനെ പിടിച്ച വെള്ളം വരില്ലേ മണ്ടം കൊണാപ്പിയേ. കുലുക്കി നോക്കുക. അതെങ്ങനെയാ വരണേ? അതിൻ്റെ വെള്ളം കീപ്പട്ടലിരിക്കണേ. അറിയില്ലേ ന്യൂട്ടൻ്റെല്ലോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ ഡേ. ഇതിൽ കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്കണ്ട. ഇതാരെ ഇവിടെ 2-3 നിങ്ങളുടെ മൂട്ടിന്ന് ചോരുണ്ടാ? കഴിഞ്ഞു. മതി ഇങ്ങനെ തുപ്പി നിറയ്ക്കും. മതി നന്നായിട്ടുണ്ട്. പണ്ടത്തെ മറ്റേ മോശയുടെയൊക്കെ സമയത്ത് ആൾക്കാർ ഉടുപ്പ് കണ്ടിട്ടില്ല. ഇങ്ങനെ വലിയൊരു ഉടുപ്പ് ഇവിടെ ഒരു കെട്ടൊക്കെ ഇടാം. അതേപോലെയാ. മതി കേട്ടിയേ. മതിട്ടാ. നീ ഞങ്ങൾ തിന്നട്ടെ കേട്ടാ. മതിട്ടാ. ഞങ്ങളുടെ തീറ്റ കഴിഞ്ഞു കേട്ടാ. ഇന്നലത്തെ കുറച്ച് ബീഫ് ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. ബീഫ് കറി നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചില്ലേ. സോ സ്റ്റിൽ ഗുഡ്. ഇതൊരു ഫുൾ പോർഷൻ ഇല്ലാത്ത കാരണം ഞാൻ ഇതൊന്ന് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ടു. സോ ഇത് ഗോൾഡേക്ക്. ഇതെനിക്ക്. ഇറ്റ്സ് മൈ ലഞ്ച്. ഇനി യോനാൻ്റെ മോശം പൊക്കോട്ടാ. നമ്മൾ തിന്നണേന്നും കൂടി ഓരോ ഓഹരി മേടിച്ച് കഴിച്ചു. യോനാൻ്റെ മോശം ഉണ്ട് ഇവിടെ. പൊക്കോളെ. ഇനി ഹലോ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. പൊക്കോ. ഇനി സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് വിളിക്കണ്ട. വിട്ടോ. വിട്ടോ. ഇനി ഉറങ്ങാനുള്ള സമയമായി. പൊക്കോളെ. പൊക്കോ. ഇനി ഇല്ല കേട്ടോ. ഇനി ആർക്കും ഇല്ല മാമു. പൊക്കോളെ. ഇനി കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യേ. അത് നല്ലൊരു പണിയാണ്. അച്ഛപ്പാ അമ്മയ്ക്ക് റിലാക്സ് ചെയ്ത് സോഫയിൽ ഇരുന്നിട്ടൊന്നും ഭക്ഷണം കഴിക്കണ്ട ഇപ്പോ? ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ സാരില്ല. ചത്തൊന്നും അറിയാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ? ഹലോ ഇവിടെ കുക്കിംഗ് അതിനിടയിൽ തീറ്റ. എന്റെ ഭക്ഷണം വരെ പകുതി റാജി കൊണ്ടുപോയി. യോനാനും മോശി മോളില് മോനെ ചെന്നാ മോന് നമ്മുടെ റൂമിൽ ഒന്നും ഒരു പണിയില്ല. അല്ലെങ്കിൽ റൂമിൽ എന്താ പണി? എന്താ കൗസം എനിക്ക് ഇങ്ങനെ തോന്നാൻ? ക്ലീനിങ്ങാ? ഓക്കെ കഴിച്ചോ? അവിടെ പോയിരിക്കാവോ? എവിടെ വേണമെങ്കിൽ പോയിരുന്നോ? എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോവാ. നൈസ്.
വൈകുന്നേരം ലാമ്പുണ്ട്. സ്പ്രിങ്ങിന്റെ ലഞ്ചെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചു, എല്ലാം റെഡിയാണ്. ഓൾഡാണ് ടു ഫാസ്റ്റ്. ഇന്ന് വൈകുന്നേരം സിനിമ കാണാന്ന് ഞാൻ പ്രിമുവിനോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പ്രിമോ വൈകുന്നേരം സിനിമ ഉണ്ട് നമുക്ക്. ഓക്കെ അപ്പൊ ഇവരാ ഇതേ മോനെ ഏറോട് ഞാൻ പറഞ്ഞിട്ട് അവളെ അടിക്കരുതാ. നോക്കിയോട്ടെ സൂത്രം കാണിച്ചിട്ട്. അടിയണോ നീ ഇപ്പൊ എന്തിനാ കരണേ? കുട്ടി നിന്ന് അടി മേടിക്കുന്ന എന്തിനാണ്? കൊടുക്ക അവൾക്ക്. അടിക്കവളെ അടിക്കേ. ഇതെടുത്ത് അടിക്കേ. അടിക്ക് അടിക്കവളെ അടിക്കോ. അടിക്കേ ഇവിടെ കുടിക്കാനല്ല അടിക്കാനാണ് പറഞ്ഞത്. ഏത് നേരവും എന്റെ അമ്മാമ്മ പറയാത്രേ എന്റെ അപ്പൻ അനിയന്മാരനെയും ചേട്ടന്മാരനെയും പിടിച്ച് ചെറുപ്പത്തിൽ അടിക്കുന്നു. അതേപോലെയാണ് അപ്പന്റെ മുഖമുണ്ട്. നിന്നെ പിടിച്ച് കടിച്ചാ നേരത്തെ നീ നല്ല കടി കടിച്ചിട്ടുണ്ട്. വാടാ നിന്നെ അടുക്കാട്ടാ. അയ്യോ അവിടെ ഇരിക്കുന്നേ, നീ അവിടെ ഇരിക്കുന്നേ. പിന്നെ മീൻ കച്ചവടക്കാരിയാ. ഉണ്ണി പിറന്നു പുൽക്കൂട്ടിൽ. എന്താ കൊണ്ടത്? പച്ച ക്രിസ്മസ്. അപ്പം വിന്റർ ക്രിസ്മസിന്റെ മറ്റേ ഇതാണ് കേട്ടാ. സ്റ്റെപ്പ് വോക്ക് മറ്റേ ജോലി സ്ഥലത്ത് തടി കുറയ്ക്കാനുള്ള മറ്റേ ഇതിന്റെ സ്റ്റെപ്പ് എടുക്കുക. തടി കുറയ്ക്കാനല്ല, വെയിറ്റ് കുറയ്ക്കാൻ. ഫിറ്റ്നസ് കൂട്ടാൻ നീയാ. ഞാൻ ചോദിച്ചാൽ നീ ക്രിസ്മസിന് വടി വീണ്ടും പിടിക്കാന്നില്ലേ? താഴെ കുട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് വിശന്നു കേട്ടാ. നിങ്ങൾ ഡിന്നർ മോശയ്ക്കും വിശന്നു, യോനാനും വിശന്നു. ഡാടാ മട്ടൺ തരട്ടെ, മട്ടൺ തരട്ടെ. എന്താണ് എന്താണ് മുട്ടാടി മുട്ടാടി എന്താണ്? മാമുവാ അടിക്ക ഡാഡറെ മുട്ടത്തല്ലേ അടിക്കണ? ഡാഡർ മുട്ടോടിയാണോ? ഹംഗ്രി ആയി എത്ര പൊട്ടുന്നത്? അവളെ അടിക്കല്ലോ കേട്ടോ. നീ എന്തിനാണോ അതിനടിക്കണേ? നീ കുറുമ്പിയാണ് നീ. ഡാഡ എടുത്ത് തരാം. അവിടെ നിൽക്കുക. ഡാഡ മാമു എടുത്തരാം. വെയിറ്റ്. ഓക്കെ, ഐ ഗോട്ട് സം നമ്മുടെ ലാമ്പ് അല്ലേ? there we go. some lamb goes there. ലാമ്പും മാമും കൂടി ഇടും. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ലാമ്പും മാമും? there we go. നീ കൈ മുടക്കിച്ചേ. മാമു നീ മാമു. ഡാഡ ലാമ്പ് ഇട്ടിട്ടുണ്ട് അവിടെ. നീ മാമു നമുക്ക് അവിടെ മാമുവേ. ഇതെന്തുട്ടാ നോക്കിയേ മാമു. നോക്കിയേ, ദിസ് ഈസ് മാമു. ഡാഡ ഗോണ കുക്ക് ഇറ്റ്. ഡാഡ ഗോണ ഹീറ്റ് ഇറ്റ് അപ്പ് വിത്ത് ലാമ്പ്. ഓക്കെ, ഇപ്പെടുത്തരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാൻ നമുക്ക്. മാമ മാമു 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 എടുത്തു. ഡാഡ എടുത്തു. മാമു എടുത്തു ട്ടാ. മാമു എടുത്തു ട്ടാ. എടുത്തു. ഡാഡ എടുത്തു. ഇപ്പൊ താത്തി എന്റെ തോളത്ത് നീ കൊള്ളാം. No. High five, my girl. You are a very good girl. But you wanna come to me? കൊള്ളാം. നീ മട്ടൻ കറി കൊള്ളാം. നിന്റെ അവക്ക് കൊടുത്തോ? കൊച്ചിന് കിട്ടിയില്ലേ? കിട്ടിയില്ലേ കുട്ടിക്ക്? വായൊക്കെ റെഡി ആക്കി. ചൂടുണ്ടാവന്നോ? കുറച്ച് പാമ്പുണ്ട് കേട്ടാ. കുറച്ചുള്ളൂ. നൈസാണോ? യമ്മി യമ്മി. കണ്ടാടാ.
പിങ്ങപ്പ നീ എന്നോട് കഴിക്കണേ? അമ്മ പറഞ്ഞിട്ട് 1/2 മണിക്കൂറായി, ഇപ്പോഴാണ് കുട്ടി ചോദിക്കണേ. ഞാൻ നിനക്ക് ലാമ്പ് ബർഗറിന്റെ ബണ്ണിന്റെ ഉള്ളിൽ വെച്ചിട്ട് തരട്ടെ, ഉച്ചക്ക് തരാത്തത്? ബണ്ണുണ്ടോ? ഒരു വയസ്സ് തയ്ക്കുമ്പോഴേക്കും പെൺകുട്ടികളെ നമ്മൾ പേടിച്ചു. 4 പെണ്ണുങ്ങൾ തന്നെ ഇവിടെ മരിക്കണേ. ഇത് തന്നെയല്ലേ മോനെ എന്നും പറയണേ? പിന്നെ പറയാണ്ടിരിക്കോ? 4 പെണ്ണുങ്ങളെ മോൻ പേടിപ്പിച്ച് നിർത്തണ്ടല്ലോ മോനെ, സമ്മതിക്കണം. ഞാനൊരു മുസാമണിയാ, മസാജുനി, മിസോജിനിസ്റ്റ് അല്ലല്ലോ മോൻ, മിസാൻഡ്രിസ്റ്റ് അല്ലല്ലോ മോൻ. ഓനിലിനോട് ചോദിച്ചത് ഇത് മിസാൻഡ്രിയും മിസോജിനി, ഇത് മിസോജിനി അല്ല, മിസാൻഡ്രിസ്റ്റ് അല്ല. ഈ പേരൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും മനുഷ്യൻ ചാവൂ. എന്താ ഡാഡ വല്ല എല്ലിട്ടോ? ഇത് എല്ലൊന്നും ഇട്ടിട്ടില്ല ഞാൻ, എല്ലാം മറ്റേ അതിന്റെ ഇതാ, നെയ്യാ, നെയ്യ് കുറച്ചുണ്ട്. ഷിനു ഉണ്ട്, ഷിനു ഇങ്ങനെ ഇടയ്ക്ക് ഷിനുവിനെ ഒന്നും ഞങ്ങള് തിന്നില്ല അല്ലേ? ഒരു ഷിനും പ്രശ്നമില്ലാത്തൊരു കുട്ടി. അയ്യോ അത് വീഴിപ്പോ. ടോപ്പിൽ കയറിയിരിക്കണം ഞങ്ങക്ക്. ഇവിടുത്തെ കുമാരിയാണ് ഞങ്ങള്. കുമാരി നീ ബാളി വിട്ട് ബോളി വിട്ട് വന്നൊരു കുമാരി, വിട്ട് തുണ്ണി വിട്ട് വന്നൊരു കുമാരി. നിന്റെ ബേബി ആയിരുന്നപ്പോഴത്തെ നീ ബേബി ആയിരുന്നപ്പോഴത്തെ ആ ഗ്രീൻ ചെയർ അല്ലേ, അതെടുത്തോണ്ട് വരാൻ. മോളെന്ന് ഇനി എത്രയാണ് പറയണം ഞാൻ? തീർത്തി കഴിഞ്ഞാ ഞങ്ങൾക്കുള്ളത് വല്ലതും തിന്നാനുള്ള പണി നോക്കട്ടെ. എല്ലാത്തിനും അത് പറ്റില്ല എന്ന് പറ, പറ്റില്ല. ഏറെ പിണങ്ങി മോനോട്. അപ്പൊ നീ അതിനെ മടിയിൽ വെച്ച കാരണം സ്വന്തം മുഴുവൻ നീ ഇറക്കി ചെയർ കൊണ്ടുവരും ചേച്ചി, ചെയറിലിരിക്കും. എനിക്ക് അടുത്ത ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ 2 വേറെ മിസോജിനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം. എന്താ കണ്ണു കണ്ടേ പെട്ടെന്ന്? ഇനിയിപ്പോ കസാരിക്ക് തല്ലോ. പിങ്കുന്റെ ചേച്ചിന്റെ മടി പോയി എന്തിനാ തമാശ ഇരുത്ത്, ഡാഡയുടെ അടുത്തേക്ക് ഇരുത്തുട്ടാ. ഞാൻ പറഞ്ഞ അത് ഞാൻ അടുത്തോട് അടി നടക്കുന്നു. എന്താ മുടിയോട്ട് കടയിലേക്ക് പോവാണോ? ഇരുന്നോ? അമ്മ നിലത്തിരുന്നോളവേ, അമ്മയ്ക്കൊന്നും സീറ്റൊന്നും വേണ്ട, നിങ്ങൾ ഇരിക്കുക. പ്ലീസ്. ഇതേതാ ഒരു ഉണ്ണിക്കണ്ണി 2 ചോറ് നിലത്തിട്ടാ ഞാൻ ഇപ്പൊ തുടച്ചിട്ടുള്ള ഇവിടെ അല്ല പറയാനുള്ളതൊക്കെ ഞാൻ എവിടെയും പറയും. നിനക്ക് വേണാ? വേണ്ട. മാമു അവളുടെ വായിൽ സ്റ്റില്ലുണ്ട് മോനെ. അതാ അത് വലുതന്നെ അവിടെ വായില് ബ്ലോക്ക് ഉണ്ടോ നോക്കിക്കേ. ഇനിയിപ്പോ ആ കസാരി കണ്ടു. ഞാൻ കേട്ടത് അമ്മയുടെ പൊട്ടി. വായിലെന്തോട്ടിരിക്കണേ? ഈ കുട്ടി ഉച്ചക്ക് കളിച്ചില്ലേ കൈമ? ആണല്ലി പാമ്പ് കൊത്തിയ പോലെ 2 ഓട്ട വേറെ 2 തുമ്പത്ത്. അമ്മ കുറച്ച് ചോറ് കൊടുത്ത് ഞാൻ നിങ്ങൾക്കുള്ള ഫുഡ് റെഡി ആക്കട്ടെ. എന്നാലും ഇനി അടുത്ത ആളുടെ കൂടുതൽ സിനിമ കാണാതിരിക്കണേ. ഇത് ഇരിക്കണ്ടേ? ഇവിടുത്തെ ഏറ്റവും വലിയ ഇതായത് മുസാമണി. കൊട്ട് ആ സാധനം കൊട്ട്. ട്രംപറ്റ് എന്തൊരു പേര്? നമ്മൾ പ്ലാൻ മാറ്റിയിട്ട് ആ ഗോൾഡയ്ക്ക് മുട്ടയും ചോറും, ഈ ചോറ് കണ്ടപ്പോൾ ചോറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നമ്മുടെ അച്ചാറും കൂട്ടിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അച്ചാറും കുറച്ച് തൈരും അല്ലേ ഗോൾഡേ? അച്ചാറ് ചുറ്റുപറ്റി എരിവുണ്ട് തന്നെ. ആരത്? പ്രോം എന്ന് പറഞ്ഞത് ആരാ? മൈക്കൂരി. വേണ്ട, എനിക്ക് തൈര് നിനക്ക് വേണ്ടെങ്കിൽ നീ കഴിക്കണ്ട. അത് പിങ്ങ നീ അത്രയും കഴിക്കില്ല. നീ വെറുതെ ആവശ്യമില്ലാണ്ട് തമാശ കളിക്കാൻ നിൽക്കണ്ട. ഐ ക്യാൻ സീ യു. യു നോ കോൺ ഈറ്റ്. ഐ ഡോണ്ട് വാണ്ട് യു ടു വേസ്റ്റ് ദ ഫുഡ്. അമ്മയുടെ ഫുഡ്. അമ്മയ്ക്ക് മുട്ടയും ഇത് കേട്ടാ. നീ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുന്നുള്ളത് സ്പൂൺ. ആ ചമ്മന്തി ഉണ്ടായില്ലേ? ഏതാ
അത് കഴിഞ്ഞാൽ എല്ലാവരും മുകളിലേക്ക് പോക്കോട്ടെ, എന്നിട്ട് എല്ലാവരും ഉറങ്ങിക്കോളെ. ഒരു സമാധാനം കിട്ടണം ഇവിടെ. ടാ ടാ. സോറി, അമ്മ ഡയറ്റിലോട്ട് പ്രവേശിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് ചോറ് തിന്നാൻ പറ്റുകയില്ല. അമ്മയുടെ കുട്ടികൾ അമ്മയുടെ അടുത്ത് ഒരു കഷ്ണം കൊടുക്കണോക്കിയേ. അജോ പിന്നെ കുറച്ച് ഫുഡ് കൊടുക്കറേ എന്റെ അപ്പാപ്പനല്ലേ. അപ്പൊ അവരുടെ കഴിഞ്ഞിട്ടാട്ടോ നിക്കണേ. ഇപ്പൊ ഈ ചോറും ഞാൻ അച്ചാറും ഇതൊന്നും പറ്റാത്ത സൈഡാട്ടോ കൊടുത്തേ. ഈ സൈഡിൽ നിന്ന് കൊടുക്കുമോ? എന്നിട്ടെന്ന് ആന്നാ അവന്റെ പേരിലുണ്ട്. അതെ ഇത് ഇത്ര ഇരുന്നു മുട്ട വേണം, അതാ നോക്കണേ. ഇരുന്നു. തൈര്. ഓക്കെ. സോ ഗായ്സ്, അനദർ ബ്യൂട്ടിഫുൾ ഡേ. ഓ റെഡി. ആരോഗ്യം എടുത്തു. ഓ ഇന്ന് നേരെ നിൽക്കട്ടെ. ഓ എന്നിട്ട് നിന്നു. നിൽക്കൂല്ലേ. അനദർ ബ്യൂട്ടിഫുൾ ഡേ ഇൻ ഓക്ലൻഡ്. നല്ല ദിവസമായിരുന്നു, അടിപൊളിയായിരുന്നു. വി ഓൾ എൻജോയ്ഡ് ഇറ്റ്. ബിസി. അറ്റ്ലീസ്റ്റ് ആ റൂമിന്റെ ക്ലീനിങ് എങ്കിലും ഇന്ന് അവസാനിപ്പിച്ചു. അപ്പൊ അതാണ്. അല്ലെന്ന് അത് ചെയ്യണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് other than that, another beautiful day. അപ്പോൾ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോണം കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ.